വയനാട്ടിലെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങളുടെ അവശ്യ വിവരങ്ങൾ ശേഖരിക്കുവാൻ വിവരാവകാശ അപേക്ഷ നൽകി കർഷകർ. അപേക്ഷയ്ക്ക് സൗത്ത് വയനാട് DFO ഓഫീസ് ഇനിയും മറുപടി നൽകിയിട്ടില്ല. വിവരങ്ങൾ രേഖപ്പെടുത്തുകയോ പട്ടികയിൽപ്പെടുത്തുകയോ ചെയ്യില്ലെന്നാണ് സൗത്ത് വയനാട് DFO ഓഫീസിൽ നിന്നുള്ള പ്രതികരണം. ഇത് ആശങ്കാജനകമായ സ്ഥിതിയാണെന്നാണ് കർഷകർ പറയുന്നത്. വന്യജീവി സാധ്യതയുള്ള പ്രദേശങ്ങളിൽ സുരക്ഷാ നടപടികൾ ആസൂത്രണം ചെയ്യാനാണ് കർഷകർ വിവരാവകാശം നൽകിയത്. എന്നാൽ വന്യജീവി ആക്രമണങ്ങളാൽ മരണമടഞ്ഞവരുടെ പട്ടിക തിരിച്ചുള്ള കണക്കുകൾ സൗത്ത് വയനാട് DFO ഓഫീസിലില്ല. ആവശ്യമെങ്കിൽ മുൻകൂർ അനുമതിയെടുത്ത് DFO ഓഫീസിലെത്തി നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കാനാണ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നുള്ള മറുപടി. ഇത് ഞെട്ടിക്കുന്നതും ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിന്റെ കടുത്ത കെടുകാര്യസ്ഥതയിലേക്ക് വിരൽ ചൂണ്ടുന്നതുമാണെന്നും കേരള ഇൻഡിപെൻഡന്റ് ഫാമേഴ്സ് അസോസിയേഷൻ പറയുന്നു. അതിൽ നിന്ന് തന്നെ നോർത്ത് വയനാട്ടിൽ നിന്ന് നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള വിവരാവകാശ മറുപടി കിട്ടിയിട്ടുണ്ട്. അവർ കൊല്ലപ്പെട്ടതിൻ്റെ കണക്ക് പറയുന്നുണ്ട്. ആ കണക്ക് ഞെട്ടിക്കുന്നതാണ്. ആ കണക്കിൽ തന്നെ പറയുന്നത് കടുവയുടെ ആക്രമണം മൂലം കഴിഞ്ഞ വർഷം 11 വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെടുകയും പുലിയുടെ ആക്രമണം മൂലം 6 വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെടുകയും ചെയ്തു. തന്നെയുമല്ല, കോമ്പൻസേഷൻ മൊത്തം നോർത്ത് വയനാട്ടിൽ നിന്ന് മാത്രം 82 ലക്ഷം രൂപ കൊടുത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ കണക്ക് തന്നെ ഞെട്ടിക്കുന്നതാണ്. എന്നാൽ അതേസമയം സൗത്ത് വയനാടിന് കൊടുത്ത മറുപടിയിൽ ഈ വിവരം അവരുടെ കയ്യിലില്ല, അവർ പട്ടിക തിരിച്ച് സൂക്ഷിച്ചിട്ടില്ല എന്നുള്ള മറുപടിയാണ് അവർ തന്നിട്ടുള്ളത്. ചോദിച്ച ചോദ്യങ്ങൾ ഇവയാണ്: വയനാട് ജില്ലയിൽ വന്യജീവി ആക്രമണം മൂലമുണ്ടാകുന്ന മനുഷ്യ മരണങ്ങളുടെ എണ്ണം, ഈ സംഭവങ്ങൾക്ക് ഉത്തരവാദിയായ മൃഗത്തിന്റെ തരം വ്യക്തമാക്കുക, വന്യജീവി ആക്രമണം മൂലം കൊല്ലപ്പെട്ട വളർത്തു മൃഗങ്ങളുടെ എണ്ണം, വന്യജീവികൾ മൂലമുണ്ടാകുന്ന വിളനാശം ഉൾപ്പെട്ട മൊത്തം സംഭവങ്ങളുടെ എണ്ണം, വന്യജീവി സംബന്ധിയായ സംഭവങ്ങൾ മൂലമുള്ള നാശനഷ്ടങ്ങൾക്ക് രൂപയിൽ ആവശ്യപ്പെട്ട ക്ലെയിമുകളുടെ ആകെ തുക, ഈ നാശനഷ്ടങ്ങൾക്ക് രൂപയിൽ അംഗീകരിച്ച ക്ലെയിമുകളുടെ ആകെ തുക, വന്യജീവി സംബന്ധിയായ നാശനഷ്ട ക്ലെയിമുകൾക്ക് നൽകിയ ആകെ തുക. ഈ ചോദ്യങ്ങൾക്കൊന്നും തന്നെ സൗത്ത് വയനാട് DFO ഓഫീസിൽ നിന്നും ഉത്തരം ലഭിച്ചിട്ടില്ല. എന്നാൽ നോർത്ത് വയനാട് DFO ഓഫീസ് സമഗ്രമായ ഡാറ്റയാണ് നൽകിയത്. അടിസ്ഥാന ഡാറ്റ റെക്കോർഡിംഗിന്റെ അഭാവം മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ജീവൻ അപകടത്തിലാക്കുന്നതാണ്. സൗത്ത് വയനാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ ഉടൻ ഓഡിറ്റ് ചെയ്യണമെന്ന് സർക്കാരിനോട് കർഷകർ ആവശ്യപ്പെട്ടു. പരിസ്ഥിതിയെയും കമ്മ്യൂണിറ്റികളെയും സംരക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഓഫീസുകൾ സുതാര്യതയുടെയും കാര്യക്ഷമതയുടെയും മാനദണ്ഡങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് നിർണായകമാണെന്നും കർഷകർ കൂട്ടിച്ചേർക്കുന്നു. ന്യൂസ് മലയാളം, വയനാട്.